Doctrine of ultra-vires. Generally, a company has power to do all acts that are authorized to be done by the Companies Act, its memorandum and articles. So, any acts done in excess of these will be ultra-vires. അതായത് ഒരു കമ്പനിക്ക് കമ്പനി ആക്ട് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അവരുടെ ആർട്ടിക്കിൾസിലും അതുപോലെ മെമ്മറാണ്ടത്തിലും പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ആ കാര്യങ്ങൾക്ക് പുറമെ എന്തെങ്കിലും കാര്യങ്ങൾ കമ്പനി ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് എന്ന് പറയുന്നത്. അതായത് കമ്പനി മെമ്മറാണ്ടത്തിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് പുറമെ കമ്പനി ചെയ്യുന്ന ആക്റ്റുകൾക്കാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ആ ആക്ട് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ്, അൾട്രാ വയേഴ്സ് ദ കമ്പനീസ് ആക്ട്. Any act done in excess of the scope of activities of Companies Act are ultra vires the Companies Act. Such act is void. അതായത് ഏതെങ്കിലും ഒരു ആക്ട് കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനീസ് ആക്ടിൻ്റെ സ്കോപ്പിന് പുറമേയുള്ള കാര്യങ്ങളാണെങ്കിൽ, കമ്പനീസ് ആക്ടിൻ്റെ സ്കോപ്പിന് പുറമെ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ആ ആക്ട് അൾട്രാവയേഴ്സ് ദ കമ്പനീസ് ആക്ട് ആണ്. അതായത് ഈ ആക്ട് വോയിഡ് ആണ്, എന്ന് വെച്ചാൽ ഇല്ലീഗലാണ്, നിയമം പറയുന്നതല്ല. അതാണ് ഫസ്റ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, അൾട്രാവയേഴ്സ് ദ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. എനി ആക്ട് ഡൺ കോൺട്രറി ടു ദി ഒബ്ജക്റ്റ് ക്ലോസ് ഓഫ് ദി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആർ അൾട്രാവയേഴ്സ് ദ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. അതായത് ഏതെങ്കിലും ഒരു പ്രവൃത്തി, കമ്പനി ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി മെമ്മറാണ്ടത്തിലെ ഒബ്ജക്റ്റ് ക്ലോസിന് എതിരാണെങ്കിൽ ആ ഒരു ആക്ട് എന്ന് പറയുന്നത് അൾട്രാവയേഴ്സ് ദ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് അൾട്രാവയേഴ്സ് ദ ആർട്ടിക്കിൾസ്. ആക്ട്സ് വിച്ച് ആർ അൾട്രാവയേഴ്സ് ദ ആർട്ടിക്കിൾസ് ബട്ട് ഇൻട്രാവയേഴ്സ് ദ മെമ്മറാണ്ടം വിൽ ബി അൾട്രാവയേഴ്സ് ദി ആർട്ടിക്കിൾസ്. അതായത് ആർട്ടിക്കിൾസിന് അൾട്രാവയേഴ്സ് ആവണമെങ്കിൽ, അതായത് ആർട്ടിക്കിൾസിന് അൾട്രാവയേഴ്സും പക്ഷേ മെമ്മറാണ്ടത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളും ആണെങ്കിൽ അതും എന്താണ്, ആർട്ടിക്കിൾസിൻ്റെ അൾട്രാവയേഴ്സ് ആണ്. പക്ഷേ ഈ ആക്ട് നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാവയേഴ്സിൽ വരുന്ന ആക്ടിവിറ്റീസ്. അപ്പോൾ സിമ്പിളായിട്ട് ഡോക്ട്രിൻ ഓഫ് അൾട്രാവയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ കമ്പനിയുടെ മെമ്മറാണ്ടത്തിലും അതുപോലെ ആർട്ടിക്കിൾസിലും കമ്പനീസ് ആക്ട് പ്രകാരമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ കമ്പനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തിനെയാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാവയേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മറാണ്ടം. എ കമ്പനീസ് മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ബിക്കം പബ്ലിക് ഡോക്യുമെന്റ്സ് ഓൺ രജിസ്ട്രേഷൻ വിത്ത് ദി രജിസ്ട്രാർ. These documents are available for public inspection in the registrar. Section 399. അതായത് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ മെമ്മറാണ്ടം അതുപോലെ ആർട്ടിക്കിൾസും എന്താണ്, ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. പബ്ലിക് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർക്ക് മുന്നേ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ പബ്ലിക്കിന് ഈ ഡോക്യുമെൻറ്റ്സ് എന്താ ചെയ്യാം, എല്ലാ പബ്ലിക്കിനും നിർബന്ധമായും ഇൻസ്പെക്ഷൻ നടത്താം. അതായത് അവർക്ക് ഇൻസ്പെക്ഷൻ നടത്താം, അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ കമ്പനിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഡീലിങ്സ് നടത്തുമ്പോൾ കമ്പനി വിചാരിക്കുന്നത് എന്താണ്, ഇവർ ഈ പബ്ലിക് ഡോക്യുമെൻറ്റ്സ് മനസ്സിലാക്കിയിട്ടുണ്ട്, അപ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് മനസ്സിലാവും. ആ രീതിയിലാണ് അവർ ചെയ്യുന്നത്. അതിനെയാണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മറാണ്ടം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. ഈ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് ടർക്കൻ റൂൾ എന്നും പറയും. ഇതെന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ദി എക്സെപ്ഷൻ ടു ദി റൂൾ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. അതായത് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മറാണ്ടത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു റൂളാണ്. എന്ന് വെച്ചാൽ പബ്ലിക് ഡോക്യുമെൻ്റ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പബ്ലിക് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട്, അതായത് മെമ്മറാണ്ടം ആർട്ടിക്കിൾസും ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് ഡോക്ട്രിൻ, ആസ് ഫാർ ആസ് ദി ഇന്റേണൽ പ്രൊസീഡിങ്സ് ഓഫ് ദി കമ്പനി ആർ കൺസേൺഡ്, ഔട്ട്സൈഡേഴ്സ് ഡീലിങ്സ് വിത്ത് ദി കമ്പനീസ് ക്യാൻ പ്രസ്യൂം ദാറ്റ് എവറിത്തിങ് ഹാസ് ബീൻ റെഗുലർലി ഡൺ.
അപ്പോൾ കമ്പനി അതായത് പബ്ലിക് എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നത്തെ ഈ ഡോക്യുമെൻറ്റ്സ് മെമ്മറാൻഡം ആർട്ടിക്കിൾസ് ഒക്കെ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് അപ്പോൾ അവർക്ക് കമ്പനീനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്നാണ് വിചാരിക്കുക. പക്ഷേ ഈ ഒരു റൂളിൽ പറയുന്നതാണ് ഇവർക്ക് കമ്പനിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെന്നാണ് ഇവർ വിചാരിക്കുക. പക്ഷെ കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇൻറ്റേർണലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് അറിയാൻ പറ്റില്ല. ആ ഒരു റൂളാണ് ഈ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് കൺസ്ട്രക്റ്റീവിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന അകത്തുള്ള കാര്യങ്ങൾ പബ്ലിക്കിനോ അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിനോ അറിയണമെന്നില്ല. അപ്പോൾ ആ റൂളിനെയാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള എക്സെപ്ഷണൽ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നോളേജ് ഓഫ് ഇറഗുലാരിറ്റി എന്ന് പറയുന്ന കമ്പനിയുടെ തീരുമാനങ്ങൾ, അതായത് നമ്മൾ ഈ ഒരു എക്സെപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് പ്രകാരം ഇപ്പോൾ കമ്പനി ഒരു പബ്ലിക്, അതായത് കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ കമ്പനിയുടെ ഒരു തീരുമാനം അറിഞ്ഞില്ല. അപ്പോൾ കമ്പനിക്ക് എന്ത് പറയാം, പബ്ലിക് ഡോക്യുമെൻ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും വിചാരിച്ച്. പക്ഷേ ഈ ഇൻഡോർ മാനേജ്മെൻറ്റ് പ്രകാരം ആ പബ്ലിക്കിന് പറയാം ഞങ്ങൾക്ക് ഇൻറ്റേർണൽ പ്രൊസീഡിങ്സിനെ കുറിച്ചിട്ട് അറിയില്ലായിരുന്നു പറയാം. പക്ഷെ അങ്ങനെ പറയാൻ പറ്റാത്ത കാരണങ്ങളാണ് ഇതിൽ പറയുന്നത്. നോളജ് ഓഫ് ഇറഗുലാരിറ്റി, അതായത് കമ്പനിയുടെ തീരുമാനങ്ങൾ അറിയാൻ സാധ്യതയുണ്ട്. അതായത് ആ പേഴ്സണ് കമ്പനിയുടെ തീരുമാനങ്ങൾ അറിയാൻ പറ്റും, പക്ഷെ അയാൾ എന്ത് ചെയ്തില്ല, അയാൾ അത് അറിയാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഈ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്നുള്ള റൂൾ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഇന്റേണൽ പ്രൊസീഡിങ്സിൻ്റെ കാര്യങ്ങൾ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അയാൾക്ക് അറിയാൻ പറ്റുമായിരുന്നു, അയാൾക്ക് അതിനുള്ള ശ്രമം നടത്തായിരുന്നു, പക്ഷെ അയാൾ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് നെഗ്ലിജൻസ് ഓൺ ദി പാർട്ട് ഓഫ് ദി ഔട്ട്സൈഡർ. അതായത് ഔട്ട്സൈഡറിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ അശ്രദ്ധ വരികയാണെങ്കിൽ അതെന്തുണ്ട്, അതും ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് അതൊന്നും ഒഴിവാകാൻ പറ്റില്ല. കാരണം അയാളുടെ കയ്യിൽ നിന്നാണ് അശ്രദ്ധ വന്നത്. നെക്സ്റ്റ് ഫോർജറി എന്ന് വെച്ചാൽ കള്ള ഒപ്പിടുക. കാരണം ഈ ഒരു പബ്ലിക് കമ്പനിയായിട്ട് ഡീലിങ്സ് നടത്തുമ്പോൾ അയാളല്ല ഒപ്പിട്ടത്, അയാൾ ഒപ്പിടുന്നതിന് പകരം വേറെ ആരെങ്കിലും ഒപ്പിട്ടിട്ടാണ് ആ ഒരു ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഇൻഡോർ മാനേജ്മെൻറ്റ് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഏജൻറ്റ് ആക്ടിങ് ഔട്ട്സൈഡ് ദി സ്കോപ്പ് ഓഫ് ഹിസ് അതോറിറ്റി. അതായത് ഒരു ഏജൻറ്റ് അയാളുടെ അധികാരത്തിന് പുറമെയാണ് അയാൾ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഇൻഡോർ മാനേജ്മെൻറ്റ് പറഞ്ഞിട്ട് അയാൾക്ക് ഒഴിവാകാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ആണ് ഈ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റും അതുപോലെ കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മറാൻഡം പറയുന്നത്.